ഹായ് സ്റ്റുഡൻസ്, ഹലോ, വെൽക്കം ടു ദ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. നിങ്ങൾക്കറിയാം മക്കളെ, നമ്മൾ ഈ വരുന്ന ഒരാഴ്ച, അതായത് മെയ് 3-ാം തീയതി, അടുത്ത ഞായറാഴ്ച നമ്മുടെ നീറ്റ് എക്സാം ആണ്. അപ്പൊ ഈ നീറ്റ് എക്സാമിന് നിങ്ങൾ എല്ലാവരും ആ എക്സാം ആ ചൂടിലായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. എങ്കിലും അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ, നീറ്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചാപ്റ്ററായ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിന്റെ ഏകദേശം ചില വർഷങ്ങളിൽ 10 ക്വസ്റ്റ്യൻ, അതായത് 40 മാർക്കോളം ചോദിച്ചിരുന്ന ഒരു ചാപ്റ്ററിലെ എങ്ങനെ പോയാലും ഒരു 5 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ പറയാൻ പോകുന്നത്, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതിലൊരു 10-11 ഭാഗങ്ങളുണ്ട്. അതിലൊരു പകുതി ഭാഗം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു 10-11 ക്വസ്റ്റ്യനുകളാണ് നമ്മളൊരു 20 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന, നിങ്ങൾക്ക് വലിയ ശല്യമില്ലാത്ത രീതിയിൽ 20 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന, എന്നാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന, നമുക്ക് ആ ക്വസ്റ്റ്യൻ അല്ല, ആ ക്വസ്റ്റ്യന്റെ തിയറിയാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA ആണ്. ഈ DNA-യുടെ ഈ ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾക്കറിയാം, ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. അദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിന്റെ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലും, അതുപോലെ എർവിൻ ചർഗഫിന്റെ റൂളിനെയും ബേസ് ചെയ്തിട്ടാണ് ഡബിൾ സ്ട്രാൻഡഡ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ഓഫ് DNA, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമുക്ക് അതിന്റെ ആ സാലിയന്റ് ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. അതായത് ഡബിൾ ഹെലിക്സ് ആയതുകൊണ്ട് 2 സ്ട്രാൻഡുകൾ ഉണ്ടാവും. ഈ സ്ട്രാൻഡിനെയാണ് നമ്മൾ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ആ ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ കൊണ്ടും ഫോസ്ഫേറ്റ് കൊണ്ടുമാണ്. ഷുഗർ കൊണ്ടും ഫോസ്ഫേറ്റ് കൊണ്ടും ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നൈട്രജൻ ബേസ് ആണ്. നിങ്ങൾക്കറിയാം, ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കിയിരിക്കുന്ന 3 കമ്പോണന്റ് കൊണ്ടാണ്. അതായത് ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ്. ആ ന്യൂക്ലിയോടൈഡിൽ 3 കമ്പോണന്റ് ഉണ്ട്. അതായത് ന്യൂക്ലിക് ആസിഡ് ഈസ് എ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡിൽ 3 കമ്പോണന്റ്സ് ഉണ്ട്. അതൊന്ന് നൈട്രജൻ ബേസ് ആണ്, ഒന്ന് പെന്റോസ് ഷുഗർ ആണ്, അതേപോലെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. അപ്പൊ അതില് ആദ്യത്തെ ഷുഗറും ഫോസ്ഫേറ്റ് കൊണ്ടുമാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്, ബാക്ക് ബോൺ. നൈട്രജൻ ബേസസ് പ്രൊജക്റ്റഡ് ഇൻസൈഡ് ആണ്, പെർപെൻഡിക്കുലർ ടു ദ ബാക്ക് ബോൺ. രണ്ടാമത്തെ പോയിന്റ്, ഇത് നമ്മളെ ആന്റി പാരലൽ പൊളാരിറ്റി ആണ്. ഒരെണ്ണം 5' to 3' ആണെങ്കിൽ അടുത്തത് 3' to 5' ആയിരിക്കും. എങ്കിൽ മാത്രമേ ഒരു പ്യൂരിന്റെ അടുത്ത് ഒരു പിരമിഡും വരുള്ളൂ, അല്ലെങ്കിൽ പ്യൂരിൻ ആയിരിക്കും. അങ്ങനെ ഒരിക്കലും പെയറിംഗ് നടക്കില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് ആണ് രണ്ടാമത്തത്, ആന്റി പാരലൽ പൊളാരിറ്റി ആണ്. മൂന്നാമത്തത്, ഈ ബേസുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് മുഖേനയാണ്. ഒരു സ്ട്രാൻഡിന്റെ നൈട്രജൻ ബേസ് അടുത്ത സ്ട്രാൻഡിന്റെ നൈട്രജൻ ബേസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് മുഖേനയാണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ബേസ് പെയർ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, അഡനിൻ ഗ്വാനിൻ 2 പ്യൂരിൻസ് ഉണ്ട്. സൈറ്റോസിൻ തൈമിൻ എന്ന 2 പിരമിഡിനാണ് DNA-യിൽ ഉള്ളത്. അതിൽ അഡനിൻ എപ്പോഴും തൈമിനായിട്ടും സൈറ്റോസിൻ എപ്പോഴും ഗ്വാനൈനുമായിട്ടുമാണ് കമ്പൈൻ ചെയ്യുക, അത് ബേസ് പെയർ ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് അഡനിന്റെയും തൈമിന്റെ ഇടയ്ക്ക് 2 ഹൈഡ്രജൻ ബോണ്ടുകളാണ്, സൈറ്റോസിന്റെയും ഗ്വാനൈന്റെ ഇടയ്ക്ക് 3 ഹൈഡ്രജൻ ബോണ്ടുകളാണ് എന്ന കാര്യം നമ്മൾ പഠിക്കണം. പിന്നെ ഒരു പോയിന്റ് പഠിക്കാനുള്ളത്, ഈ ഒരു DNA റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഒരു ചുറ്റിനകത്ത്, ഒരു ടേണിനകത്ത് 10 ബേസ് പെയേഴ്സ് ആണ്. 2 ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.34 നാനോമീറ്റർ, അതായത് 3.4 ആങ്സ്ട്രോം ആണ്. അങ്ങനെ വരുമ്പോൾ ഒരു പിച്ച് ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുന്നത്, ഒരു ഹെലിക്സിനകത്ത് 10 ബേസ് പെയർ ആവുമ്പോൾ ഇൻറ്റു 10 വരില്ലേ? അങ്ങനെ വരുമ്പോൾ എത്രയാ ആ ഒരു ഡിസ്റ്റൻസ്, ഒരു ടേണിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.4 നാനോമീറ്ററോ 34 ആങ്സ്ട്രോമോ ആണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ചർഗഫ് റൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇൻ എ സീ അർച്ചിൻ DNA which is a double stranded, 17% of the bases are shown to be cytosine, then the percentage of all other bases എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, അഡനൈൻ പ്ലസ് ഗ്വാനിൻ, അതായത് പ്യൂരിൻ, ഈസ് ഈക്വൽ ടു സൈറ്റോസിൻ പ്ലസ് തൈമിൻ ആണ്. അതായത് എമൗണ്ട് ഓഫ് ദീസ് ആർ ദ പ്യൂരിൻ, അല്ലെ? ഇതെന്താണ്? ദിസ് ഈസ് ദ പിരമിഡിൻ. അപ്പോൾ പ്യൂരിൻ എത്രയാണോ അത്രയും പിരമിഡിൻ ഉണ്ടാവും. അപ്പൊ അഡനിനും ഗ്വാനിനും കൂടെ 50% ആണെങ്കിൽ സൈറ്റോസിനും
തൈമിനും കൂടെ, അതായത് പ്യൂരിൻ 50% ആയിരിക്കും, പിരമിഡിൻ 50, ഈക്വൽ ആണ്, 50-50 ആണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കണം, അഡനിൻ ഈസ് ഈക്വൽ ടു തൈമിൻ ആണ്. എത്ര അഡനിൻ ഉണ്ടോ അത്ര പെർസെൻറ്റേജ് തൈമിൻ ഉണ്ടാവും, എത്ര ഗ്വാനൈൻ ഉണ്ടോ അത്ര പെർസെൻറ്റേജ് സൈറ്റോസിൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? തന്നിരിക്കുന്നത് സൈറ്റോസിൻ 17% എന്നാണ്. സൈറ്റോസിൻ 17% എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? ഈ ഗ്വാനൈൻ 17% ആയിരിക്കും. ഗ്വാനൈൻ 17% ആണെങ്കിൽ അഡനിൻ 33, ദാറ്റ് ദീസ് ടു മേക്ക് 50 അല്ലേ? ഇത് രണ്ടും കൂടെ 50% അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അഡനിൻ 33 ആയിരിക്കും. അഡനിൻ 33 ആണെങ്കിൽ തൈമിൻ 33 ആയിരിക്കും. അപ്പോൾ എന്ത് ഉത്തരമാണ് നമുക്ക് ഇവിടെ വരാൻ സാധ്യതയുള്ളത് നോക്കൂ. ഇവിടെ നമുക്ക് വരാൻ സാധ്യതകൾ ഗ്വാനൈൻ 17% കറക്റ്റ് ആണ്. ഗ്വാനൈൻ 8 അല്ല, 34 അല്ല, 17 ശരിയാണ്. അടുത്തത് എന്താണ്? അഡനിൻ 33% ആണ്, 24 അല്ല, 60. അപ്പം നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു, 1 എന്നുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ബാക്കി നോക്കാം. തൈമിൻ എത്രയാണ്? 33%. So 1 is the right answer for question number 1. ഇനി നമുക്ക് അതുപോലെ നിങ്ങൾ പഠിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി ആണ്. അത് വളരെ സിമ്പിൾ ആണെങ്കിലും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് സെൻട്രൽ ഡോഗ്മ. അത് പഠിക്കാൻ ഒരു പണിയില്ല, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് പഠിക്കാം. അതായത് DNA എന്ന് നമ്മൾ എഴുതുക, DNA എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ mRNA, മെസ്സഞ്ചർ RNA എന്ന് എഴുതുക. അത് കഴിഞ്ഞ് നമ്മൾ പ്രോട്ടീൻ എന്ന് എഴുതുക. ഇത്രയും നിങ്ങൾക്ക് അറിയാമോ? എങ്കിൽ അടുത്ത എന്താ? DNA-യിൽ നിന്ന് DNA ഉണ്ടാവുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയും. ഈ പ്രോസസ്സിന് എന്താ പറയുക? റെപ്ലിക്കേഷൻ എന്നാണ് പറയുക. അതുപോലെ DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്ന പ്രോസസ്സിനെയോ നമ്മൾ അതിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുക. DNA-യിൽ നിന്ന് RNA ഉണ്ടാവുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? ട്രാൻസ്ലേഷൻ എന്ന് പറയും. ട്രാൻസ്ലേഷൻ ഇതാണ് ശരിക്ക്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഫ്രാൻസിസ് ക്രിക്ക് ആണ്. ഇത്രയും കാര്യം നിങ്ങൾ പഠിക്കണം. എന്നാൽ ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് ചില വ്യത്യാസങ്ങൾ, എക്സംഷൻസ് ചില വൈറസുകളിൽ കാണാം. നമ്മൾ അതിനെ റിവേഴ്സ് സെൻട്രൽ, അത് സെൻട്രൽ ഡോഗ്മയല്ല, യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം DNA ടു RNA ടു പ്രോട്ടീൻ, അതാണ് സെൻട്രൽ ഡോഗ്മ. അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രാൻസിസ് ക്രിക്ക്. എന്നാൽ അതേ സമയത്ത് ചില വൈറസുകളിൽ മാത്രം റിവേഴ്സ് സെൻട്രൽ ഡോഗ്മയുണ്ട്. അതായത് RNA DNA ആയി മാറുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ കാണാം. പക്ഷെ അത് സെൻട്രൽ ഡോഗ്മയല്ല, റിവേഴ്സ് സെൻട്രൽ ഡോഗ്മയാണ്. ടെമിനിസം എന്ന് അതിനെ പറയുക. പക്ഷെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. അപ്പൊ നമ്മളെ ചോദ്യത്തിലേക്ക് നമുക്ക് വരണ്ടേ? ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? A എന്താണ്, B എന്താണ്, C എന്താണ് ചോദിച്ചത്? A എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം DNA ടു mRNA ആണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ആണ്, ട്രാൻസ്ലേഷൻ അല്ല, ട്രാൻസ്ക്രിപ്ഷൻ ആണ്. 1 3 ആണ് ഉത്തരം വരിക. അടുത്തത് പ്രോട്ടീൻ, mRNA പ്രോട്ടീൻ സിന്തസൈസ്. B എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ആണ്, റെപ്ലിക്കേഷൻ അല്ല. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എങ്കിൽ നമുക്ക് നോക്കാം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഫ്രാൻസിസ് ക്രിക്ക് ആണ്. ജെയിംസ് വാട്സണോ എർവിൻ ചർഗഫോ ഫ്രാങ്ക്ലിനോ അല്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 2, 1 ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ, സെൻട്രൽ ഡോഗ്മ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് ചില വൈറസുകളിൽ മാത്രം റിവേഴ്സ് സെൻട്രൽ ഡോഗ്മ ഉണ്ട്. അവിടെ RNA DNA ആവുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ്, നമ്മളൊരു 6ഓളം പോയിന്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത് പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ് ആണ്. എങ്ങനെയാണ് DNA പാക്കേജ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം പ്രോകാരിയോട്സിൽ ഉള്ള വ്യത്യാസം. പ്രോകാരിയോട്സിൽ ന്യൂക്ലിയോയിഡ് എന്ന രൂപത്തിൽ ഹിസ്റ്റോൺ അല്ലാത്ത പ്രോട്ടീനുകളാണ് അവിടെ കാണപ്പെടുന്നത്. ആ പോസിറ്റീവ് പ്രോട്ടീനും അതുപോലെ DNA തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. എന്നാൽ യൂകാരിയോട്സിൽ there are set of പോസിറ്റീവ് പ്രോട്ടീൻ, നമ്മൾ അതിനെ ഹിസ്റ്റോൺ എന്നാണ് പറയുക. ആ പോസിറ്റീവ് പ്രോട്ടീനായ ഹിസ്റ്റോണുകൾ ആർജിനിനും ലൈസിനും പോലുള്ള ബേസിക് അമിനോ ആസിഡ് റിച്ച് ആയിട്ടുള്ള ചില അമിനോ ആസിഡുകൾ, അതായത് ബേസിക് അമിനോ ആസിഡ് റിച്ച് ആയിട്ടുള്ള പോസിറ്റീവ് പ്രോട്ടീൻ ഓർ ബേസിക് പ്രോട്ടീൻ ആണ് ഹിസ്റ്റോൺ. അങ്ങനത്തെ 8 ഹിസ്റ്റോൺ കൂടി ചേർന്നിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടമർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, അത് പോസിറ്റീവ് ആണ്. അതിന് ചുറ്റിക്കൊണ്ട് 200 ബേസ് പെയർസ് ഓഫ് DNA ആണ്, അല്ലെ 200 ബേസ് പെയർ DNA അതിനെ ചുറ്റുകയാണ്.
അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് യൂക്കാരിയോട്സ് ഉള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയോസോമുകൾ ഒരു ബീഡ്സ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ അല്ലെ, ലിങ്കർ DNA ഉപയോഗിച്ച് അതിനെ ബീഡ്സ് ഓൺ മുത്തുമാല കോർക്കുന്ന പോലെ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനെയാണ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. ആ ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്യുമ്പോഴാണ് ക്രോമസോം ആവുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിൽ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 2 ടൈപ്പ് ക്രൊമാറ്റിനുകൾ ഉണ്ട്, യു ക്രൊമാറ്റിനും ഹെറ്ററോ ക്രൊമാറ്റിനും. യു ക്രൊമാറ്റിന്റെ 3 പോയിന്റുകൾ നിങ്ങൾ പഠിക്കണം. യു ക്രൊമാറ്റിൻ, ട്രൂ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് ലൂസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ്, ലൈറ്റ് ആയിട്ട് സ്റ്റെയിൻ പിടിക്കൂ, പക്ഷേ ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണ്. ലൂസ്ലി പാക്ഡ് ആണ്, ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ്, ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണ്. എന്നാൽ അതേ സമയത്ത് ഹെറ്ററോക്രൊമാറ്റിൻ എന്ന് പറയുന്നത് തിക്ലി പാക്ഡ് ആണ്, ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്, എന്നാൽ ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ 2.2 ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിലെ 2.2 മീറ്റേഴ്സ് ആണ് ഒരു സെല്ലിനകത്ത്, ആ ജീവിയുടെ ഡിപ്ലോയിഡ് സെല്ലിനകത്തുള്ള DNA കണ്ടന്റ് എന്ന് പറയുന്നത് 2.2 മീറ്റേഴ്സ് ആണ്. ഹാപ്ലോയിഡ് ആണെങ്കിൽ 1.1 മീറ്റർ. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചൂസ് ദ ഇൻകറക്റ്റ് പെയർ ആണ്. നോക്കാം. ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂ ഹിസ്റ്റോൺ, ലൈസിൻ, ആർജിനിൻ, അത് ശരിയാണ്. യൂണിറ്റ് ഓഫ് 8 മോളിക്യൂൾ ഓഫ് ഹിസ്റ്റോണിനല്ലേ ഹിസ്റ്റോൺ ഒക്ടമർ എന്ന് പറയുന്നത്, അതും ശരിയാണ്. നമ്മളോട് ഇൻകറക്റ്റ് ആ ചോദിച്ചത്. നെഗറ്റീവ്ലി ചാർജ്ഡ് DNA റാപ്ഡ് അറൗണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോൺ, അതല്ലേ നമ്മൾ പറയുന്ന ന്യൂക്ലിയോസോം, അതും ശരിയാണ്. ത്രെഡ് ലൈക്ക് കളർലെസ് യൂണിറ്റ് ക്രൊമാറ്റിൻ അല്ല, ക്രോമോ എന്ന വാക്കിനർത്ഥം കളർ എന്നാണ്. കളർ പിടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്തു പറയുക, അത് കളർലെസ് അല്ല, കളേർഡ് ആണ്. അതാണ് കളർലെസ് അല്ല, ക്രൊമാറ്റിൻ എന്ന വാക്ക് വന്ന് തന്നെ കളേർഡ് സ്ട്രക്ചർ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ തെറ്റുള്ളത് 4 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ. 3 ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ് ആണ്, 3 സെറ്റ് ആണ്. ആദ്യത്തെ എക്സ്പെരിമെന്റ് 1928 ആദ്യമായിട്ട് ഗ്രിഫിത്ത് നടത്തിയിരിക്കുന്ന, അല്ലെ, ഒരു മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ ആയിരിക്കുന്ന ഗ്രിഫിത്ത് നടത്തിയിരിക്കുന്ന പരീക്ഷണം. അതിൽ അദ്ദേഹത്തിന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, എന്താണ് ട്രാൻസ്ഫോം ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നാൽ എന്തോ സംതിങ് ഈസ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അവറി, മെക്ലിയോയിഡ്സ് ആൻഡ് മെക്കാർട്ടി അവരെന്ത് ചെയ്തു, ആ ട്രാൻസ്ഫോമിങ് സബ്സ്റ്റൻസ് DNA ആണെന്ന് തെളിയിച്ചു. എന്നാൽ അതിനുശേഷം ഏകദേശം 1952 ആ സമയ കാലഘട്ടത്തില് ആൽഫ്രഡ് ഹർഷെ, മാർത്ത ചേസ് എന്ന് പറയുന്ന 2 സയന്റിസ്റ്റ് ഈ ഒരു ബാക്ടീരിയോ ഫേജിൽ പരീക്ഷണം നടത്തിയിട്ടാണ് അൺഈക്വൽ പ്രൂഫ് എന്ന് നമ്മൾ NCERT-യിൽ കാണാം. അതായത് ആധികാരികമായിട്ട് ഓതന്റിക്കലി ദേ പ്രൂവ് ദാറ്റ് DNA വാസ് ദ ജെനറ്റിക് മെറ്റീരിയൽ. അപ്പൊ അത് നടത്തിയിരിക്കുന്നത് അവറി, മാക്ലിയോയിഡ്സ്, മെക്കാർട്ടി അല്ല, അത് നടത്തിയിരിക്കുന്ന ഹർഷെ ആൻഡ് ചേസ്, ആൽഫ്രഡ് മാർത്ത ചേസ് എന്ന് പറഞ്ഞ 2 പേരാണ്. അവരാണ് ആധികാരികമായിട്ട് DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ തെളിയിച്ചത്. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, ഇൻ ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് വാട്ട് വിൽ ബി ദ എഫക്ട് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഇൻ മൈസ്. സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയയ്ക്ക് 2 സ്ട്രെയിൻ ഉണ്ടെന്നറിയാം. അതൊന്ന് S സ്ട്രെയിൻ എന്ന ഒരു പോളിസാക്രൈഡ് കോട്ടിംഗ് ഉള്ള, മ്യൂക്കസ് കോട്ടിംഗ് ഉള്ള ഒരു സ്മൂത്ത് വെറൈറ്റിയും, മറ്റൊന്ന് ആ സ്മൂത്ത് കോട്ടിംഗ് ഇല്ലാത്ത റഫ് വെറൈറ്റിയുമാണ്. അതിൽ സ്മൂത്ത് സ്ട്രെയിൻ S സ്ട്രെയിൻ എന്ന് പറയുന്നത് വിറുലന്റ് ആണ്, ദേ ക്യാൻ കോസ് ന്യൂമോണിയ. അതേ സമയത്ത് R സ്ട്രെയിൻ എന്ന് പറയുന്നത് നോൺ വിറുലന്റ് ആണ്, അത് ന്യൂമോണിയ ഉണ്ടാക്കുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കൂ. ഇതിലെ ലൈവ് R, നോൺ വിറുലന്റ് ആയ, ന്യൂമോണിയ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത R സ്ട്രെയിനെ കുത്തിവെച്ചാൽ എന്തായിരിക്കും, അത് സർവൈവ്ഡ് അല്ലേ ഉണ്ടാവുക, ജീവിക്കും. ലൈവ് S വിറുലന്റ് ആണ്, ഇറ്റ് ക്യാൻ കോസ് ന്യൂമോണിയ. അപ്പോൾ ലൈവ് എസിനെ കുത്തിവെച്ചപ്പോ എന്തായിരിക്കും ഉണ്ടാവുക, മൈസ് ചത്തുപോകും അല്ലേ, ന്യൂമോണിയ കാരണം. അടുത്ത എന്താ, ഹീറ്റ് കിൽഡ് S. ഈ എസിനെ ഹീറ്റ് കില്ല് ചെയ്യുമ്പോൾ, ആ ബാക്ടീരിയ നശിച്ചു പോകുമ്പോൾ അവിടെയും മൈസ് എന്ത് ചെയ്യുന്നു, സർവൈവ് ചെയ്യുന്നു അല്ലേ. മൈസ് ഹീറ്റ് കിൽഡ് S ആവുമ്പോൾ മൈസ് സർവൈവ് ചെയ്യുന്നു. ഇനി അടുത്തത് ഹീറ്റ് കിൽഡ് എസും ലൈവ് ആറും സെപ്പറേറ്റ് ആയി കുത്തിവെച്ചപ്പോൾ മൈസ് സർവൈവ് ചെയ്തു. എന്നാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുത്തിവെച്ചപ്പോൾ മൈസ് ഡൈഡ് ഡ്യൂ ടു ന്യൂമോണിയ ആണ്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു 4ാമത്തെ സ്റ്റെപ്പാണ് സത്യത്തിൽ നമ്മുടെ
ഗ്രിഫിത്തിനെ ഫേമസ് ആക്കി മാറ്റിയത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ചിന്തിച്ചിട്ടാണ്, അതിൽ നിന്നാണ് സംതിങ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഹീറ്റ് കിൽഡ് എസ് ടു ആർ, അതായത് ഹീറ്റ് കിൽഡ് എസിലെ എന്തോ ഒരു സംഭവം ആറിലെത്തുകയും ആർ എസ് ആയി മാറുകയും ചെയ്തു എന്നൊരു പോയിന്റിലാണ് ഗ്രിഫിത്ത് നിർത്തിയത്. അപ്പോൾ എന്താ വരിക? ആദ്യത്തത് സർവൈവ്, രണ്ടാമത്തത് ഡൈഡ്, മൂന്നാമത്തത് സർവൈവ്ഡ്, നാലാമത്തത് ഡൈഡ്. സോ 2 ഈസ് ദ റൈറ്റ് അല്ലെ. സർവൈവ്ഡ്, ഡൈഡ്, സർവൈവ്ഡ്, ഡൈഡ്. ഓക്കെ, ചില ഷഫിൾ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു DNA-യിൽ നിന്ന് ഡോട്ടർ DNA ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് റെപ്ലിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ് എന്ന് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും പറഞ്ഞു. അവർ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടില്ല, അത് സെമി കൺസർവേറ്റീവ് ആണെന്ന്. എന്താണ് സെമി കൺസർവേറ്റീവ്? ഉണ്ടാവുന്ന DNA സ്ട്രാൻഡിൽ ഒരു സ്ട്രാൻഡ് എപ്പോഴും പാരന്റിൻ്റെതും ഒരു സ്ട്രാൻഡ് എപ്പോഴും പുതിയതുമായിരിക്കും. ഒരിക്കലും രണ്ട് പാരന്റിന്റെ സ്ട്രാൻഡും രണ്ട് ന്യൂ സ്ട്രാൻഡും ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് സെമി കൺസർവേറ്റീവ് മെത്തേഡ്. അത് എക്സ്പെരിമെന്റലി അത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് വാട്സണും ക്രിക്കുമാണ്. എന്നാൽ അതേ സമയത്ത് അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിരിക്കുന്നത് മസൽസൺ ആൻഡ് സ്റ്റോൾ. അവർ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഈ കോളി ബാക്ടീരിയ എന്ന പ്രോകാരിയോട്ടിന്റെ മുകളിലാണ്. അവർ പരീക്ഷണം നടത്താൻ ഉപയോഗിച്ചത് ഹെവി നൈട്രജൻ ആണ്, റേഡിയോ ആക്റ്റീവ് അല്ല. എന്നാൽ അതേ സമയത്ത് അതേ വർഷത്തിലെ 1958 തന്നെ അതേ പരീക്ഷണം മറ്റൊരാളും ടൈലർ ആൻഡ് ഹിസ് കൊളീഗ്സ് നടത്തിയിട്ടുണ്ട്. അവര് പരീക്ഷണം നടത്തിയിരിക്കുന്നത് വിസിയ ഫാബ എന്ന ഫാബ ബീൻസിലാണ്. അതുപോലെ റേഡിയോ ആക്റ്റീവ് തൈമിഡിനാണ് അവർ ഉപയോഗിച്ചത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ഇതിൽ എക്സ്പെരിമെന്റ് ഓഫ് മസൽസൺ ആൻഡ് സ്റ്റോൾ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഐസോടോപ്പിക് DNA ഫോംഡ് ആഫ്റ്റർ 40 മിനിറ്റ്സ് എന്നാണ്. അതിൽ ABCD തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതില് ആദ്യത്തത് N15 N15നെ N14 മിക്സ് ചെയ്തിട്ടാണ് ആദ്യം ഉണ്ടാവുന്ന ജനറേഷൻ. ആദ്യത്തെ ജനറേഷനിൽ 2 DNA ഉണ്ടാവുക, രണ്ടും ഹൈബ്രിഡ് ആയിരിക്കും. ഹൈബ്രിഡ് മീൻസ് ഒരു സ്ട്രാൻഡ് N15ഉം ഒരു സ്ട്രാൻഡ് N14ഉം ആയിരിക്കും. പക്ഷെ രണ്ടാമത്തെ ജനറേഷനിൽ ആഫ്റ്റർ 40 മിനിറ്റ്സ് 4 എണ്ണം ഉണ്ടാവും. 4 എണ്ണത്തിൽ 2 എണ്ണം എന്താണ് വരിക? 2 എണ്ണം ഹൈബ്രിഡും 2 എണ്ണം നോർമലുമാണ്. അപ്പൊ 2 എണ്ണം N14 N15 ആണ്, 2 എണ്ണം N14 നോർമലാണ്. അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ ജനറേഷൻ എടുക്കുമ്പോൾ 8 എണ്ണം ഉണ്ടാവുമ്പോൾ 2 എണ്ണം ഹൈബ്രിഡും 6 എണ്ണം നോർമലുമാണ്. അങ്ങനെ പോണം. എത്ര ജനറേഷൻ കഴിഞ്ഞാലും 2 എണ്ണം മാത്രമാണ് ഹൈബ്രിഡ് വരിക, ബാക്കിയുള്ളത് മുഴുവൻ നോർമലാണ്. അപ്പൊ ഇവിടുത്തെ ഇതിൽ നമ്മൾ രണ്ടാമത്തെ ജനറേഷനിൽ എന്തൊക്കെ ഉണ്ടാവും? 2 ഹൈബ്രിഡും 2 നോർമലും. അപ്പോൾ ഇത് N14 ആണ്. N14 ആണ്. പിന്നെ ഇതിൽ നിങ്ങൾ B എന്ന് പറയുന്നത് N15 ആണ്. കുറച്ച് ഡാർക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് N15 ആണ്. പിന്നെ C എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? N14 ആണ്. അതേപോലെ തന്നെ ഈ D എന്ന് പറയുന്നതും N14 ആണ്. 2 എണ്ണം N14 2 എണ്ണം N14 N15 അപ്പോൾ എന്ത് വരും? അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലെ A ഈസ് ഈക്വൽ ടു N14, അത് ശരിയാണ്, എല്ലാത്തിലും ശരിയാണ്. രണ്ടാമത്തത് B എന്ന് പറഞ്ഞാൽ B DNA എന്ന് പറഞ്ഞാൽ N15 ആണ്. അപ്പോ ഈ 3 അല്ല. ഓക്കെ, ഇനി അടുത്തത് N14 ആണ്. C എന്ന് പറഞ്ഞാൽ N14 ആണ്. പിന്നെ D എന്ന് പറഞ്ഞാലും N14 ആണ്. സോ 2 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 5. ഇനി അടുത്തത് നമ്മളെ റെപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം, എപ്പോഴും ഒരു സ്ട്രാൻഡ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടും ഒരു സ്ട്രാൻഡ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുമാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഇത് നോക്കൂ, ഇവിടെ A എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തുള്ളത് 3' to 5' ഡയറക്ഷൻ ആണ്. ഈ സ്ട്രാൻഡിന് പാരലൽ ആയിക്കൊണ്ട് വരുന്ന 5' to 3' ഉള്ള A ഇവിടെ കാണാം. ഇതാണ് A എന്ന് പറയുന്നത്. ഈ സ്ട്രാൻഡ് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ്. ഇപ്പുറത്തെ B എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ്. C എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് ഓർ പാരന്റ് സ്ട്രാൻഡ് ആണ്. അതുപോലെ ഇനി നമുക്ക് A എന്ന് പറഞ്ഞാൽ ലീഡിങ് സ്ട്രാൻഡ് ആണ്, കാരണം കണ്ടിന്യൂസ് സിന്തസിസ് ആണ്. B എന്ന് പറഞ്ഞാൽ ലാഗിങ് സ്ട്രാൻഡ് ആണ്. C എന്ന് പറഞ്ഞാൽ പാരന്റൽ സ്ട്രാൻഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ചെറിയ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. A എന്നുള്ളതിന്റെ ഡയറക്ഷൻ 5' to 3' ആണ്.
പക്ഷെ നമ്മളിപ്പോൾ വിചാരിക്കും ബിയുടെ ഡയറക്ഷനും 5 to 3 അല്ലേ. അവിടെ നിങ്ങൾ ചെറിയൊരു കാര്യം മനസ്സിലാക്കണം. സിന്തസിസിന്റെ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന 5 to 3 എന്ന് പറയുന്നത്. രണ്ടും ഈ RNA പോളിമറൈസ് DNA പോളിമറൈസ് പോലുള്ള എൻസൈമുകൾ 5' to 3' ഡയറക്ഷനിലെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സിന്തസിസ് നടക്കുന്നത് രണ്ടിലും 5 to 3 ആണ്. പക്ഷേ സ്ട്രാൻഡിന്റെ പൊളാരിറ്റി എപ്പോഴും ഒന്ന് 5 to 3 ആണെങ്കിൽ അടുത്തത് 3 to 5 ആയിരിക്കും, ആന്റി പാരൽ ആയിരിക്കും. സിന്തസിസ് നടക്കുന്നത് നിങ്ങൾ നോക്കണ്ട, സിന്തസിസ് എപ്പോഴും 5 to 3 നടക്കുള്ളൂ. പക്ഷേ സ്ട്രാൻഡിന്റെ പൊളാരിറ്റി എടുക്കുമ്പോൾ അത് ഒന്ന് 5 to 3 ആണെങ്കിൽ 3 to 5. അതാണ് അങ്ങനെ വന്നിരിക്കുന്നത് പാരൽ. സോ ഓൾ ഓഫ് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. അടുത്ത നോക്കൂ, നിങ്ങൾക്ക് ഇതൊരു എനർജി കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ ആയാലും ട്രാൻസ്ലേഷൻ ആയാലും. അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി വേണം. ആരാണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്? എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ആണ്, ന്യൂക്ലിയോടൈഡ് അല്ല. ആ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആണ്. ന്യൂക്ലിയോസൈഡിന്റെ കൂടെ 3 ഫോസ്ഫേറ്റ് ഉണ്ട്. ആ 3 ഫോസ്ഫേറ്റിൽ 2 ടെർമിനൽ ഫോസ്ഫേറ്റുകൾ എനർജി ആയിട്ട് പോകും. ബാക്കിയുള്ള ഒരു ഫോസ്ഫേറ്റ് ആണ് ഈ ന്യൂക്ലിയോസൈഡുമായി കൂടിച്ചേർന്ന് ന്യൂക്ലിയോടൈഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് പ്രൊവൈഡ് എനർജി ഫോർ പോളിമറൈസേഷൻ ആൻഡ് ആക്ട് ആസ് എ സബ്സ്ട്രാക്ട് എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 7 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്തത് നോക്കൂ, ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് RNA പോളിമറൈസ് 1, അതായത് പ്രോകാരിയോട്സിലെ ഒറ്റ RNA പോളിമറൈസിന് എല്ലാ RNAയും ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ യൂക്കാരിയോട്സിൽ 3 RNA പോളിമറൈസ്, അത് 3 RNA ആണ് ഉണ്ടാക്കുന്നത്. RNA പോളിമറൈസ് 1 എന്ന് പറയുന്നത് റൈബോസോമൽ RNAയെയും RNA പോളിമറൈസ് 2 എന്ന് പറയുന്നത് mRNAയുടെ പ്രിക്കേഴ്സറായ HNRNAയെയും അതുപോലെ RNA പോളിമറൈസ് 3 എന്ന് പറയുന്നത് tRNAയുമാണ്. അപ്പൊ നമ്മളിവിടെ ചോദിക്കുന്നത് RNA പോളിമറൈസ് 1 ആണ്. അപ്പോൾ അത് mRNA അല്ല, tRNA അല്ല, rRNA, അതായത് 28S 18S 5.8S ആണ്. അല്ല, പ്രിക്കേഴ്സർ ഓഫ് mRNA അല്ല, അത് RNA പോളിമറൈസ് 2 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 8 3 is the right answer. ഇനി നമ്മളെ വളരെ പ്രധാനപ്പെട്ട എല്ലാ പ്രാവശ്യവും നമ്മളൊരു 11 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് ആകെ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു mRNAയുടെ സീക്വൻസ് പല പ്രാവശ്യം ചോദിക്കുന്നതാണ്. തന്നിരിക്കുന്ന സ്ട്രാൻഡ് നോക്കൂ, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെപ്ലിക്കേഷൻ അല്ല, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് DNA-യിൽ നിന്ന് RNA ഉണ്ടാവുമ്പോൾ ഒന്നും കോഡ് ചെയ്യാത്ത സ്ട്രാൻഡിനെയാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുക. അതിന്റെ പാരന്റ് സ്ട്രാൻഡ് ആണ് 3' to 5' പൊളാരിറ്റി ഉള്ള സ്ട്രാൻഡിനെയാണ് പാരന്റ് എന്ന് പറയുക. 5 to 3 ഉള്ളതാണ് കോഡിംഗ്. ആ കോഡിങ്ങിന് ഓൾമോസ്റ്റ് ഈക്വലന്റ് ആണ് mRNA. ഒറ്റ വ്യത്യാസം T is replaced by U എന്നാണ്. ഇപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ തന്നിട്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ പൊളാരിറ്റി 3 to 5 തന്നിട്ടുണ്ട്, കോഡിംഗ് സ്ട്രാൻഡ് പൊളാരിറ്റി 5 to 3 തന്നെ. എന്താ തമ്മിലുള്ള വ്യത്യാസം? ജസ്റ്റ് കോംപ്ലിമെന്ററി ആണ്. എവിടെയൊക്കെ A ഉണ്ടോ അവിടെയൊക്കെ T ആവും, എവിടെയൊക്കെ T ഉണ്ടോ അവിടെ A ആവും, എവിടെയൊക്കെ C ഉണ്ടോ G ആവും, G ഉണ്ടോ C ആവും. പൊളാരിറ്റി മാറും. പക്ഷേ ആ ഒരു കോഡിംഗ് സ്ട്രാൻഡിൽ നിന്ന് mRNA ഉണ്ടാവുമ്പോൾ ജസ്റ്റ് അതേപോലെ തന്നെ പൊളാരിറ്റിയും കറക്റ്റ് ആയിട്ട് എഴുതുക. പൊളാരിറ്റി നിങ്ങൾ കറക്റ്റ് 5 to 3 എഴുതുക. അപ്പൊ അതുകൊണ്ട് എന്താ, 1 അല്ല 3 അല്ല എന്ന് മനസ്സിലായി. 5 to 3 പൊളാരിറ്റിയിലാണ് വേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് അതിന് എവിടെയാണോ T ഉള്ളത് ആ T ഒഴിവാക്കി U ആക്കി മാറ്റിയാൽ മതി. തൈമിൻ എന്ന് പറയുന്നത് DNA-ലേ ഉള്ളൂ, RNA-യിൽ ഇല്ല. അപ്പൊ യുറാസിൽ എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ TACG എന്ന് പറയുമ്പം UACG വരണം. സെയിം ആയിരിക്കണം, ഒരു വ്യത്യാസം ഉണ്ടാവരുത്. വെറും അതിന് കോംപ്ലിമെന്ററി എടുക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ വരുന്നത് അതിന്റെ അതേ പൊളാരിറ്റി എടുക്കുക, അതേപോലെ തന്നെ എഴുതുക. എന്നിട്ട് T ഒഴിവാക്കി അവിടെ U ആക്കുക. ബാക്കി എക്ക് പകരം G ഒന്നും ചെയ്യരുത്. അപ്പൊ എന്ത് വരും? TACGക്ക് പകരം UACG വരും. UACG. അപ്പോൾ 2 is the right answer for question number 9. ഇനി നമ്മുടെ ഇതില് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. ഒരു 10-11 ക്വസ്റ്റ്യൻ ഉണ്ട്. ലാസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. അതായത് ജെനറ്റിക് കോഡാണ്. അപ്പോൾ ജെനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ ആ ജെനറ്റിക് കോഡിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതായത് ജെനറ്റിക് കോഡ് നിയർലി യൂണിവേഴ്സൽ ആണ്, നോൺ ആംബിഗസ് ആണ്.
പക്ഷേ ഓവർലാപ്പിംഗ് അല്ല, നോൺ ഓവർലാപ്പിംഗ് ആണ്. ഡീജനറേറ്റ് ആണ്, ഓവർലാപ്പിംഗ് അല്ല, കോമാലെസ് ആണ്. ഡീജനറേറ്റ് എന്ന വാക്കിന് അർത്ഥം എന്താ? അതായത് നമുക്കറിയാം 61 കോഡുകളും 20 അമിനോ ആസിഡ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അമിനോ ആസിഡിന് ഒന്നിൽ കൂടുതൽ കോഡുകൾ ഉണ്ടാവും. അതിനെയാണ് ഡീജനറേറ്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡീജനറേറ്റ് അല്ലാത്ത 2 അമിനോ ആസിഡ് മാത്രമാണ് നമ്മുടെ ആ ഒരു കോഡിലുള്ളത്. അത് ഒന്ന് മെത്തിയോണിനും ട്രിപ്റ്റോഫനുമാണ്. ബാക്കിയൊക്കെ എന്താണ്? ഡീജനറേറ്റ് ആണ്. ഒരു അമിനോ ആസിഡ് ഒന്നിൽ കൂടുതൽ കോഡ് ഉള്ളതിനെയാണ് ഡീജനറേറ്റ് എന്ന് പറയുക. പിന്നെ യൂണിവേഴ്സൽ ആണ്, ആംബിഗസ് അല്ല, അനാംബിഗസ് ആണ്. അതായത് ഒരു കോഡ് കൊണ്ട് ഒരു അമിനോ ആസിഡിനെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ 3 എണ്ണത്തിലും ചെറിയ ചെറിയ വ്യത്യാസം നമ്മൾ കണ്ടു. എല്ലാത്തിലും തെറ്റുണ്ട്. പക്ഷേ ഡീജനറേറ്റ് ആണ്, നോൺ ഓവർലാപ്പിംഗ് ആണ്, നോൺ ആംബിഗസ് ആണ്. അപ്പൊ അതല്ലേ ഉത്തരം വരിക. സോ ഫോർ അത് AUGAs ഡുവൽ ഫംഗ്ഷൻ സ്റ്റാർട്ടർ കോഡോണുമാണ്, കോഡ് ഫോർ മെത്തിയോണിനുമാണ്. അതേ സമയത്ത് UAA, UAG, UGA ഇത് സ്റ്റോപ്പ് കോഡോൺ ആണ്. അതാണ് 64 കോഡിൽ 61 കോഡ് മാത്രമേ കോഡ് ഫോർ അമിനോ ആസിഡ് സെൻസ് കോഡ് എന്ന് പറയുന്നുള്ളൂ. അപ്പൊ ഇത് ഈ 4 ആൾക്കാരുടെ കൃത്യമായ കോൺട്രിബ്യൂഷൻ നിങ്ങൾ പറയണം. ഇതിൽ ഒന്നാമത് ജോർജ് ഗാമോ ആണ്, അദ്ദേഹമാണ് ട്രിപ്ലറ്റ് ആണെന്ന് പറഞ്ഞത്. രണ്ടാമത്തത് HG ഖൊറാന, ഹർഗോബിന്ദ് ഖൊറാനയാണ്, അദ്ദേഹമാണ് കോപോളിമർ ഹോമോ പോളിമർ രൂപത്തിൽ RNA സിന്തസൈസ് ചെയ്തത്. അടുത്തത് മാർഷൽ നിരൻബർഗ് ആണ്, അതാണ് സെൽഫ് ഫ്രീ സ്റ്റേറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് നടത്തിയത്. സെവറോ ഒച്ചോവയാണ്, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു എൻസൈം, അത് ഇൻഡിപെൻഡന്റ് മാനറിൽ അല്ലെ, അതായത് ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനറിൽ, ഡിപ്പെൻഡന്റ് മാനറല്ല, ഇൻഡിപെൻഡന്റ് മാനറിൽ എൻസൈമാറ്റിക് സിന്തസിസ് ഓഫ് RNA ആണ്. ഇത്രയും കാര്യം. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരുന്നു. അതായത് കുറച്ച് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഫ്രെഡറിക് മിഷർ എന്താ ചെയ്തത് നമുക്ക് നോക്കാം. AB ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ അല്ലെ, എന്താണ് ഇതിലെ ക്വസ്റ്റ്യൻ നോക്കാം. ABCDE അല്ലെ, എന്തൊക്കെയാ നോക്കൂ. ഫ്രെഡറിക് മിഷർ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹമാണ് ന്യൂക്ലിക് ആസിഡ് കണ്ടെത്തിയത്. പക്ഷെ അദ്ദേഹം അതിനിട്ട പേര് ന്യൂക്ലീൻ എന്നായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്നാൽ നമുക്ക് നോക്കാം. ഗ്രിഫിത്ത് എന്തിനു മുകളിൽ പരീക്ഷണം നടത്തിയത്? സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയയുടെ മേലാണ് പരീക്ഷണം നടത്തിയത്. പിന്നെ ഹർഷൻ ചേസ് എന്തിനു മുകളിൽ പരീക്ഷണം നടത്തിയത്? ബാക്ടീരിയോഫേജിന്റെ മുകളിലാണ് പരീക്ഷണം നടത്തിയത്. വാട്സൺ ക്രിക്കാണ് DNA ഡബിൾ ഹെലിക്സ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി സ്റ്റഡി. അപ്പൊ ഇവിടെ 5 വരും. ഇപ്പോൾ 2, 3, 4, 1, 5. അപ്പൊ ഏത് ഓപ്ഷൻ വരും? 2, 3, 4, 1, 5. 3 is the right answer for question number 11. അപ്പൊ ഏകദേശം നമ്മൾ എന്തു ചെയ്തു? ഇത്തരത്തിലുള്ള ഒരു മോളിക്കുലാർ ബേസിസിന്റെ പകുതി ഭാഗം, അതായത് ജെനറ്റിക് കോഡ് വരെയുള്ള ഭാഗത്തിന്റെ വളരെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ല, അതിന്റെ തിയറി ഒന്ന് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായി ഞാൻ വന്നത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.